എത്രയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മതിക്കുന്ന് JBS സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, അതുപോലെ തന്നെ PTA ഭാരവാഹികളെ, ഞാൻ അജിത്താണ്. ഇന്ന് ലോക ഭിന്നശേഷി ദിനത്തിൻ്റെ ഭാഗമായി എന്നെ സ്കൂളിലെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് ക്ഷണിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അസുഖമായി ഇരിക്കുന്നതിനാൽ പനിയാണ് ഒരാഴ്ചയായിട്ട് എനിക്ക് ആ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ വീഡിയോയിലൂടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കറിയില്ല ഇതെത്രമാത്രം ഫലപ്രദമായ ഒരു നടപടിയാണ് എന്ന്. എങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് എവിടെ ഇരുന്നും ആരുമായിട്ടും സംവദിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഭിന്നശേഷിത്വം എന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒന്നാണ്. അതിൽ കൂടിയോ കുറഞ്ഞോ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം എന്നല്ലാതെ അവന് അല്ലെങ്കിൽ അവൾക്ക് എല്ലാ കാലത്തും സമൂഹത്തിൻ്റേതാവാം, അല്ലെങ്കിൽ സ്കൂളുകളാവാം, കോളേജുകളാവാം, എല്ലായിടത്തും പരസ്പര പരിഗണനയും സഹകരണവും വേണ്ട കുട്ടികളാണ് ഇങ്ങനെയുള്ളവർ. എൻ്റെ ജീവിതം കൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ 40 വർഷത്തോളമായി ഞാൻ ജീവിക്കുന്നത് സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും അഭിനന്ദനം അറിയിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ, JBS സ്കൂളിൽ അത്തരത്തിൽ എത്ര കുട്ടികളുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ദിവസം ഒഴിവനുസരിച്ചോ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി അനുസരിച്ചോ അവിടെ നേരിൽ വന്ന് സന്ദർശിച്ച് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ സർഗപരമായ കഴിവുകൾ, അതായത് എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ ഒരു കവിത എഴുതാനോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനോ എനിക്ക് കഴിയും. അത് ഞാൻ നേടിയെടുത്ത വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ വായനയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ആർജിച്ചതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വളർത്തിയെടുക്കുമ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും നമുക്ക് നൽകാൻ സാധിക്കണം. അതിനുവേണ്ടി നമ്മളുടെ സർക്കാർ സംവിധാനങ്ങൾ ഫലപ്രദമായ രീതിയിൽ ഇടപെടലുകൾ നടത്തുകയും വേണം. നമുക്കറിയാം, സാമൂഹ്യക്ഷേമ വകുപ്പ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വളരെയധികം പ്രോത്സാഹനജനകമായ രീതിയിലുള്ള സ്കോളർഷിപ്പ് പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് വരികയും അതൊക്കെ കാര്യക്ഷമമായ രീതിയിൽ വിതരണം ചെയ്തു വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഭിന്നശേഷിത്വം അനുഭവിക്കുന്ന സമൂഹത്തിന് ഈ പറഞ്ഞതുപോലെയുള്ള സർക്കാർ തലത്തിലുള്ള സഹായങ്ങളുടെ ഒരുപാട് നല്ല കാര്യങ്ങളുടെ കൂടി ലഭ്യമാക്കാവുന്ന സോഴ്സുകളാണ്. അപ്പോൾ ഈ വർഷത്തെ ഭിന്നശേഷി ദിനത്തിന് എന്നെ ക്ഷണിച്ച മതിക്കുന്ന് സ്കൂളിലെ ഭാരവാഹികളോട്, എസ്പെഷ്യലി മതിക്കുന്ന് ഗ്രാമീണ വായനശാല വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ലേഖ ടീച്ചറോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ സ്കൂളിലെ HMനോട്. ഇങ്ങനെ, അതായത് വയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് കുട്ടികളെ കാണാത്തതെന്നും അവരോട് സംസാരിക്കാത്തതെന്നും അറിയിച്ചു കൊള്ളുന്നു. ഇനിയൊരവസരത്തിൽ എനിക്ക് അവിടെ സ്കൂളിൽ വരാൻ സാധിക്കുകയും അവരുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് കഴിയുകയാണെങ്കിൽ അവരുമായിട്ടും ഇതുപോലൊരു സെക്ഷന് ഞാൻ ഇന്ന് തരുന്നതാണ്.
ഇന്നത്തെ ഈ ഒരു ഭിന്നശേഷി ദിനം എല്ലാവരും വളരെ നല്ല രീതിയിൽ ആഘോഷിച്ച് ഇനി വരുന്ന നാളുകളിൽ ഇത്തരം വിദ്യാർത്ഥികൾക്ക് നമ്മുടേതായ രീതിയിലുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നൽകണമെന്ന് ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. പിന്നെ എൻ്റെ കാര്യം എന്താ പറയുക, വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരിക്കലും ഒരു ഔദ്യോഗികമായ ഒരു സ്കൂൾ വിദ്യാർത്ഥിയല്ല. അതായത് സ്കൂളിൽ നിന്നുള്ള വിദ്യാഭ്യാസത്തേക്കാൾ എനിക്ക് കൂടുതലായി ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സമാന്തരമായ വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഒരു സാധാരണ സ്കൂളിൽ വന്ന് സ്കൂളിലെ ടീച്ചർമാരും അവരുമായിട്ടുള്ള അന്തരീക്ഷവും അങ്ങനെയുള്ള അന്തരീക്ഷങ്ങളോടൊന്നും തന്നെ എനിക്ക് പരിചിതം അല്ല എന്ന് തന്നെ വേണ്ടി പറയാം. സാധാരണ രീതിയിൽ 7ാം ക്ലാസ്, അതായത് ഒരു അപ്പർ പ്രൈമറി സ്റ്റേജ് വരെ മാത്രമേ എനിക്ക് സ്കൂളിൽ സാധാരണ രീതിയിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിൽ കൂടിയും ഞാൻ ഡിഗ്രി വരെയുള്ള പഠനങ്ങൾ ഏകദേശം പൂർത്തിയാക്കുകയും ഇപ്പോഴും വായനയിലൂടെയും എഴുത്തിലൂടെയും മറ്റു വിധ രീതികളിലൂടെയും എല്ലാം സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ മതിക്കുന്ന് ഗ്രാമീണ വായനശാലയുടെ പ്രസിഡൻ്റായ ലേഖ ടീച്ചർക്കും അതുപോലെ തന്നെ സ്കൂൾ അച്ഛനും മറ്റു PTA ഭാരവാഹികൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള നല്ല പ്രവൃത്തികൾ സ്കൂൾ കേന്ദ്രീകരിച്ചും മറ്റും നടത്താൻ സാധിക്കട്ടെ. എല്ലാവിധത്തിലുമുള്ള ആശംസകൾ അർപ്പിക്കുന്നു. നിർത്തട്ടെ. അജിത്ത്.